അവിടെ 72 ക്യാമറ ഉണ്ട്. ആ 72 ക്യാമറയിൽ ആകെ 2 ക്യാമറയിലെ കാര്യങ്ങൾ ഒരേ സമയം കാണിക്കത്തുള്ളൂ. അതെ, അതും കണ്ടിട്ടാണ് അവർ പറയുന്നത് നീ കാണിക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടു. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം കമന്റ് ബോക്സിലൊക്കെ നീ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ കണ്ടായിരുന്നു. നീ അങ്ങനെ അല്ല, നീ ഇങ്ങനെ തന്നെയാ, നീ കട്ടപ്പ തന്നെയാ, ഞങ്ങൾ കണ്ടതായിരുന്നു. ജനങ്ങൾ ഒരാളെ കീറി നശിപ്പിച്ച് അവരുടെ ഡിഗ്നിറ്റി നശിപ്പിച്ച് എങ്ങനെ മുന്നോട്ട് കയറി പോവാം എന്ന് ചിന്തിക്കുന്ന സോഷ്യൽ മീഡിയയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഞാൻ ജിസൈലിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ജിസൈൽ ഞാനും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, സമ്മതിച്ചു, പക്ഷെ മൊണ്ണാന്ന് പറയുന്നൊരു വാക്ക് ഞാൻ കേട്ടിട്ടില്ല. അത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ട് ഞാനും നിന്റെ കാര്യങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയായിരുന്നു എന്ന് പറഞ്ഞ സാധനം ഹൈഡ് ചെയ്ത് ഇത് മാത്രം ഹൈലൈറ്റ് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ ഒരാളുടെ കൂടെ നടന്നിട്ട് അവരെ പിന്നീന്ന് കുത്തിയെന്ന ഞാൻ ചോദിക്കട്ടെ, എന്നാലും പിന്നീന്ന് കുത്തുന്ന എങ്ങനെയാ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, താനിപ്പോ ഒരു പേര് ഇപ്പൊ സംസാരത്തിനൊക്കെ പറഞ്ഞല്ലോ, കട്ടപ്പ. അല്ലാതെ പലവട്ടം നേരിട്ട് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുള്ള, ഞങ്ങളൊക്കെ അറിയാത്ത എന്തെങ്കിലും കാര്യം അതിനകത്ത് ഉണ്ടോന്ന് അറിയാം. കാരണം നമ്മളൊക്കെ ജീവനോടെ അതിനകത്ത് നിന്ന്, ഞാനൊന്നും സോംബി അല്ലെന്നായിരുന്നു എൻ്റെ വിശ്വാസം. പക്ഷെ ഞാനൊന്നും പ്രേതങ്ങളായിട്ടല്ല ഞങ്ങൾ ആരോടെ നിന്നിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു അറിവിൽ നമ്മൾ അവിടെ നിന്ന്, അതായത് ആദ്യത്തെ ദിവസം തൊട്ട് ആദ്യത്തെ ദിവസം രാത്രി തൊട്ട് അടി തുടങ്ങിയതാ ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റൻസ്. അതിൽ മത്സരാർത്ഥികളുടെ ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഫസ്റ്റ് ടീമിന്റെ കിച്ചൺ ടീമിന്റെ ആ എൻഡിൽ വന്നപ്പോഴത്തേക്കും വളരെ മോശം ഭാഷകൾ പലരുടെയും വായിൽ നിന്ന് വരാൻ തുടങ്ങി. നമ്മൾ ഭയങ്കര കലാകാരന്മാരെന്നൊക്കെ കരുതിയവന്മാരുടെ വായിൽ നിന്ന് പലതും വന്നു. അതൊക്കെ ഷോയുടെ ഭാഗമായിട്ടിരുന്നോട്ടെ. ഷോ സമ്മതിക്കാത്ത പലതരം ഭാഷകൾ, പലതരം അർത്ഥവ്യാകരണങ്ങളൊക്കെ അതിനകത്ത് വന്നു. അതായത് ഒരു മകളുടെ പ്രായത്തിലുള്ള ഒരാളോട് സംസാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭാഷകളും അർത്ഥങ്ങളും എല്ലാം പല കണ്ടസ്റ്റൻസും മുഖത്ത് നോക്കി സംസാരിക്കാൻ തുടങ്ങി അവിടെ. അക്കൂട്ടത്തില് 35 ദിവസം ശൈത്യ സന്തോഷം അതിനകത്തുണ്ടായിരുന്നു. അതിൽ ഒരു എപ്പിസോഡിലും ശൈത്യ എന്ന് പറഞ്ഞൊരു വ്യക്തി അതിനകത്ത് ഒരു മോശം ഭാഷ ഉപയോഗിച്ചിട്ടില്ല. അതിന് ഞാൻ 100% ഗ്യാരണ്ടി പറയും. ഞാൻ 25 ദിവസം അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ 21 കൂട്ടിക്ക് ഇനി 25 ഇവളെപ്പോഴാണ് 4 ദിവസം കൂടെ ഒന്ന് ചോദിച്ചുകൊണ്ട് വരും. ഇതൊക്കെ 21 വാട്ടവർ. ആ 35 ദിവസം ഗ്രാൻഡ് ഫിനാലയുടെ സമയം കൂടെ കൂട്ടാം, 10 ദിവസം കൂടെ 35 കൂട്ടിക്കാം മൊത്തത്തിൽ. ആ 35 ദിവസവും ശൈത്യ സന്തോഷം എന്ന് പറഞ്ഞ വ്യക്തിയുടെ വായിൽ നിന്ന് അത് അവിടെ അത്രമേൽ വഴക്കുകൾ നടന്നു. അതായത് നമ്മുടെ ഭൂമി കയ്യേറ്റം ടാസ്ക്, അല്ലാത്ത ടാസ്ക്, മറ്റേ ടാസ്ക്, പണിപ്പുര ടാസ്ക് എല്ലാം ചവിട്ടുമ്പോഴും പിടിച്ച് മാറ്റി വെച്ചത് ഞാനും ആദിലേയും കൂടെ ഒരു മുറ്റടി, അതായത് കർണക്കുറ്റി പുകച്ചേനെ അന്ന്. പക്ഷെ ശൈത്യ അന്നോന്ന് പറഞ്ഞ ഡയലോഗ് ഇന്ന് ഞാൻ മറക്കത്തില്ല. കഴിഞ്ഞു നിർത്ത് നിങ്ങൾ, ഇനി അടി വെക്കാതെ പിള്ളേരെ പോലെ എന്ന് പറഞ്ഞൊരു അമ്മച്ചിയെ പോലെ പറഞ്ഞിട്ട് ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് അവിടെ ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ, ഒരു മോശം ഭാഷ പോലും ഉപയോഗിക്കാതെ വളരെ മാന്യമായിട്ട്, അതായത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മാന്യമായ ഇടപെടലുകൾ നടത്തിയ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ശൈത്യയ്ക്ക് കട്ടപ്പ എന്നൊരു പേര് അവിടെ വന്നത്? ആരാണ് അത് ഇട്ടത്? എന്തിനിട്ടു? ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ ഷോ എന്ന് പറയുന്നത് സ്ക്രിപ്റ്റഡ് ആണ്. അപ്പോൾ അവർക്ക് ഓൾറെഡി തോന്നിക്കാണും ഇവളെ വില്ലത്തിയാക്കാമെന്നുള്ളത്. അതിനുള്ളൊരു സാധനം കിട്ടിയിട്ടുണ്ടാവും. ഇഷാനത്തിന്റെ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു, ഈ ബിഗ് ബോസ് ഹൗസിനകത്തെ കട്ടപ്പ ആരാന്ന് ചോദിച്ചിട്ട്. അപ്പൊ ആ സമയത്തുണ്ട് അമ്മ. ഞാൻ ഫസ്റ്റ് എയർപോർട്ടിൽ വന്നപ്പോൾ എൻ്റെ ഫോൺ കൈ കിട്ടുവാണ്. ഞാൻ നോക്കുന്ന ഈ പോസ്റ്റ് നോക്കിയപ്പോൾ അമ്മ കമന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായത് അമ്മ അവരെ കളിയാക്കിക്കൊണ്ട് കമന്റ് ഇട്ടതാന്ന്, എൻ്റെ പേരിട്ടതാന്ന് മനസ്സിലായി. അതായത് നമ്മുടെ സെക്കൻഡ് വീക്കിലാണെന്ന് തോന്നുന്നു ജിസൈലിൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ജിസൈലിൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കാര്യവും മൊണ്ണേന്ന് വിളിച്ച കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ജിസൈൽ എൻ്റെ അടുത്ത് വന്നിട്ട് ഇത് ക്ലാരിഫൈ ചെയ്യാൻ നോക്കി. കാരണം ഞാൻ ജിസൈലും തമ്മിൽ അത്ര കമ്പനിയായിരുന്നു, ഇപ്പോഴും കമ്പനിയാണ്. പുറത്തിറങ്ങി കഴിഞ്ഞു എനിക്ക് മനസ്സിലായി, നിങ്ങൾ ഹയാത്തിലൊക്കെ വെച്ചിട്ട് പാർട്ടി. എനിക്ക് തോന്നുന്നു അത് ഭയങ്കര ഒരു സംഭവം കേട്ടോ. അതായത് നമ്മൾ ക്യാമറ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സംഭവം മറന്നു പോകും. അതെനിക്ക് വളരെ ക്യാരക്ടറാണ് ജിസൈൽ. ഷീസ് വെരി പ്രൊഫഷണൽ. അടിപൊളിയാണ് ജിസൈൽ. കാര്യം എല്ലാവരും ഇട്ടും ഇപ്പോഴും ജിസൈലിനെ ചീത്ത വിളിച്ച എത്ര പേരുണ്ട്, എന്തൊക്കെ തോന്നിയ ദിവസങ്ങൾ പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ ഇന്നും ജിസൈൽ പുറത്തിറങ്ങി കഴിയുമ്പോൾ എല്ലാവരുടെ അടുത്തും അടിപൊളിയായിട്ട് കൂളായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ ജിസൈലിൻ്റെ അടുത്തത് ജിസൈൽ എന്നെ പിടിച്ചു നിർത്തിയിട്ട്, എടി നീ അങ്ങനെ പറഞ്ഞത് ശരിയായില്ലോ, നീയും അവളുടെ കൂടെ കൂടിയിട്ട് നീയും ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ. അപ്പം ഞാൻ ജിസൈലിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ജിസൈൽ ഞാനും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, സമ്മതിച്ചു, പക്ഷെ മൊണ്ണാന്ന് പറയുന്നൊരു വാക്ക് ഞാൻ കേട്ടിട്ടില്ല. അത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ട് ഞാനും നിന്റെ കാര്യങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയായിരുന്നു എന്ന് പറഞ്ഞ സാധനം ഹൈഡ് ചെയ്ത് ഇത് മാത്രം ഹൈലൈറ്റ് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ ഒരാളുടെ കൂടെ നടന്നിട്ട് അവരെ പിന്നീന്ന് കുത്തിയെന്ന ഞാൻ ചോദിക്കട്ടെ, എന്നാലും പിന്നീന്ന് കുത്തുന്ന എങ്ങനെയാ?
അവിടെ ഏത് അവളുടെ എന്തെങ്കിലും മോശം കാര്യങ്ങൾ പറയണം. ഇന്നും എനിക്ക് എപ്പിസോഡ്സ് കാണുമ്പോൾ അറിയില്ല ശൈത്യ, എന്തിനാണ് അവർ തന്നെ ഇപ്പൊ എന്റെ അന്നത്തെ ബെസ്റ്റ് ഫ്രണ്ട് ഒന്നും അല്ലായിരുന്നു താൻ ആദ്യത്തെ സമയത്ത്. എന്നിട്ടും ഞാനത് കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് എന്തിനാണ് ആ കുട്ടിക്ക് ഇങ്ങനെ. സത്യം പറയാനുള്ളത്, എനിക്ക് ഒരാള് വിഷമിക്കുന്ന അല്ലെങ്കിൽ കരയുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നും. അപ്പൊ അനു അവിടെ എല്ലാരും കൂടി അനുവിനായിട്ട് അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ അനു കരയുന്നു. അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ട് ഞാൻ അവളെ പോയി ഹഗ് ചെയ്തു. ഫസ്റ്റ് വീക്കില് ബിൻസി ആയിട്ടായിരുന്നു അവള് കൂടുതൽ കമ്പനി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഹഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഞാൻ കുറച്ചുകൂടി കംഫർട്ടാന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ തമ്മിൽ കമ്പനി ആവുന്നത്. അപ്പോൾ ആ ഒരു കമ്പനി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നെങ്കിൽ അവളെ പറ്റി ഭയങ്കര മോശമായിട്ട് ആരോടെങ്കിലും പറയണം, അല്ലെങ്കിൽ അവൾ അങ്ങനെ ചെയ്തത് ശരിയായില്ല, അവള് ചെയ്തത് ശരിയായില്ലെങ്കിൽ പോലും ഞാൻ അത് പബ്ലിക്കായിട്ട് ടാസ്കിലാണ് പറഞ്ഞിട്ടുണ്ട്. ആസ് എ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ അവൾ നല്ലതാവണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതും എന്നെ നെഗറ്റീവ് ആക്കി അവളെ പിന്നീന്ന് കുത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ സരിക ചേച്ചിയുടെ ഒരു ക്ലിപ്പ് കണ്ടു. സരിക PG എന്തൊക്കെയോ വന്ന് പറഞ്ഞതിന്റെ ബേസിൽ ഞാൻ ഇൻഫ്ലുവൻസ് ആയിട്ട് ആ ടീമിലേക്ക് പോയി. അങ്ങനെ കുറെ സാധനങ്ങൾ കണ്ടു. അപ്പോഴും ഞാൻ പറഞ്ഞത്, അതായത് അനുവിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അടിപൊളിയാ. പക്ഷെ അവൾക്ക് ഇങ്ങനെ ആരോടെങ്കിലും ഒരു ദേഷ്യം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അവൾ അങ്ങോട്ട് ചെന്ന് സോറി പറയോ ഒന്നും ചെയ്യത്തില്ല. പറഞ്ഞിട്ടുണ്ടല്ലോ പബ്ലിക്കായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അവളുടെ അടുത്ത് ഒരു 2 ദിവസത്തിന് മുന്നേ ഞാൻ ചെന്നിട്ട് പറഞ്ഞു, എടി നീ അപ്പാൻ്റെ അടുത്തൊക്കെ പോയി സംസാരിക്കുക, എന്തിനാ വെറുതെ വഴക്ക് വെച്ചോണ്ടിരിക്കുന്ന, ഒന്നും വേണ്ട. അപ്പൊ അവൾ എന്നോട് പറഞ്ഞ ഒരേ ഒരു കാര്യമുള്ളൂ, നീ അത് മാത്രം എൻ്റെ അടുത്ത് പറയരുത്, എനിക്കത് ഇഷ്ടമല്ല, നീ അത് മാത്രം എൻ്റെ അടുത്ത് പറയരുത്. ഞാൻ പിന്നെ കൂടുതൽ സോറി പറയുന്നത് മാത്രം പറയരുത്. സോറി പറയാ അല്ലെങ്കിൽ അവരുടെ അടുത്ത് പോയി മിണ്ടണോന്ന് നീ പറയരുത്, എന്നെ അവർ അത്രയും അറ്റാക്ക് ചെയ്യുന്നുണ്ടെന്നൊരു രീതി സംസാരിച്ചപ്പോൾ ഞാൻ ഓക്കെ വേണ്ട. അപ്പൊ ഈ സരിക ചേച്ചി വന്ന സമയത്ത് ഇങ്ങനെ അവൾ എന്താ അവരോടൊന്നും സംസാരിക്കാത്ത. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി അവളുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്. ഈ ഒരു സാധനം കേട്ടോ കത്തിക്കേറിയത്. അവളുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അവരുടെ അടുത്തൊന്നും പോയി സംസാരിക്കുന്നില്ല. അത് അവളുടെ ഒരു സ്വഭാവമാണ്. അവൾ പോയി സംസാരിക്കാത്തത് അവളുടെ ഒരു സ്വഭാവം. എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ആരെങ്കിലും വഴക്കുണ്ടാക്കി കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഞാൻ പോയി സോറി പറയും, അല്ലെങ്കിൽ ഞാൻ അതെങ്ങനെയെങ്കിലും സോൾവ് ആക്കാൻ നോക്കും. അങ്ങനെയാണ് അവളുടെ ക്യാരക്ടർ, അങ്ങനെയാണ്. അപ്പം ഞാൻ അത് പറഞ്ഞപ്പോൾ അതും എവിടേക്കോ കട്ട് ചെയ്തൊക്കെയാണ് പോയിരിക്കുന്ന സാധനം. അപ്പോൾ നോക്കുമ്പോൾ എന്താ, ഞാൻ അക്ബറിൻ്റെ ടീമിൽ പോയിരിക്കുന്നു. പിന്നെ കാണുന്നത് വൈൽഡ് കാർഡിലുള്ള ആൾക്കാർ വരുന്നു, എന്നിട്ട് അവർ പുറത്തുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് അകത്ത് പോയി സംസാരിക്കുന്നു. ഈ കട്ടപ്പ എന്നുള്ള പേര് എനിക്കിപ്പോഴും അറിയില്ല. ഈ ഏഷ്യാനെറ്റിന്റെ പോസ്റ്റർ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ കട്ടപ്പയുടെ വീഡിയോസ് ആരൊക്കെയോ ക്രിയേറ്റ് ചെയ്ത് എൻ്റെ അനുവിൻ്റെയും ഫേസ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിടുന്നു. അത് മേ ബി PR ടീമിന്റെ എന്തെങ്കിലും ആയിരിക്കാം. ഞാൻ പറയട്ടെ, എല്ലാ ബിഗ് ബോസ് സീസണിലും ഒരാള് നെഗറ്റീവ് ആയിട്ടുണ്ടാവും ഇല്ലേ? എല്ലാ സീസണിലും എടുത്ത് നോക്കിയാൽ മതി, ഒരു എല്ലാവരും നെഗറ്റീവ് ആയിരുന്നുണ്ട്, പക്ഷെ ഒരാൾ നല്ല നെഗറ്റീവായി മാറും. അപ്പൊ ഈ സീസണിൽ അവർ എന്നെയായിരുന്നു കരുവാക്കിയത്. ഞാൻ അത്രയും നെഗറ്റീവായി. അതും എന്താ പറയാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, താനൊരു കോമഡി നല്ല രീതിയിൽ ആൾക്കാരെ ചിരിപ്പിച്ചുകൊണ്ടിരുന്ന പല ഷോകളിലും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. വളരെ എനിക്കൊന്നും ഉപ്പുമുളകിലും ഒക്കെ നല്ല രസമാണ്, അതിനകത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്യാരക്ടർ ചെയ്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഒരു വിൽ പവർ സംഭവിച്ചിരിക്കുന്നു. കാരണം ഈ ഒരു ഷോ കഴിഞ്ഞിട്ട് താൻ പറഞ്ഞല്ലോ തനിക്ക് ബോൾഡ്നെസ് അച്ചീവ് ചെയ്യാൻ പറ്റിയെന്ന്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം താൻ ഇങ്ങനെ പിടിച്ചു നിന്നത്. കാരണം അത്രയും സട്ടിലായിട്ടുള്ള കോമഡി ചെയ്ത ഒരാള്. റീ എൻട്രിക്ക് കയറിയപ്പോൾ പോലും ഞാൻ അത്രയും സ്ട്രോങ് ആയിട്ടാണ് കയറിയത്. അതെ, കാര്യം എവിക്റ്റ് ആയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാര്യം നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞ് മൈക്ക് ഊരി കൊടുക്കുമ്പോഴാണ് ആ ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്. അയ്യോ എവിക്റ്റായി പോയില്ല, ഞാൻ അവിടെ ഒന്നും ചെയ്തില്ലല്ലോ, ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഭയങ്കര ഡിപ്രസ്ഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ തിരിച്ച് റീ എൻട്രിയിൽ ഞാൻ അത്രയും സ്ട്രോങ് ആയിട്ടാണ് കയറിയത്. കാര്യം ഞാൻ അവിടെ വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ കട്ടപ്പാന്ന് ഇവരെ ഓരോരുത്തരും വിളിക്കുന്നുണ്ട്, ഞാൻ എന്താണ് ചെയ്തത്? അല്ലെങ്കിൽ അവളെ പിന്നീന്ന് കുത്തിന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, വൈൽഡ് കാർഡിൽ വന്ന കുറേ പേര് അവളുടെ മനസ്സിളക്കാൻ നോക്കി. അതിന് മുന്നേ തൊട്ടേ ഞങ്ങൾ തമ്മിൽ ചെറിയ സൗന്ദര്യപ്പണക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് പൊസസീവ്നെസ്, നമ്മൾ ഇഷ്ടം കൂടുമ്പോൾ അങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. അത് എനിക്കും ഉണ്ടായിരുന്നു. അതായത് പിന്നെ ഇപ്പം നീ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു, ഞാൻ കാണുമ്പോഴൊക്കെ നിങ്ങൾ എപ്പോഴും ഒരുമിച്ചാണ് കാര്യങ്ങൾ സംസാരിക്കുന്നു. അനു വേണമെങ്കിൽ നീ ചെന്ന് അതിന് നിങ്ങളൊക്കെ കൂടി എന്നെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നിങ്ങൾ പരസ്പരം മറ്റൊരാളുടെ ഇന്റർമിംഗിൾ ചെയ്യുമ്പോൾ മിംഗിൾ ചെയ്യുമ്പോൾ രണ്ടുപേർക്ക് ആ ഒരു പൊസിഷൻസ് അവിടെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിൽ അതായത് ഞാൻ ബാക്കിയുള്ള ടീമിന്റെ ഒക്കെ കൂടെ പോയിരിക്കുന്നു. അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പലവട്ടം. എന്തിനാ അങ്ങോട്ടൊക്കെ പോയി അവരോട് എന്തൊക്കെ ഞാൻ ഫസ്റ്റ് എല്ലാവരുമായിട്ട് കമ്പനിയാ. അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത ഇവളുടെ അടുത്ത് മാത്രം അവരിനി എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എല്ലാവരുടെ അടുത്തും പോയി സംസാരിക്കുമായിരുന്നു. അത് അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ സൗന്ദര്യപ്പിണക്കവും കാര്യങ്ങളൊക്കെ ആയപ്പോൾ വൈൽഡ് കാർഡ് കയറി വന്നു.
വൈൽഡ് കാർഡ് കയറി വന്ന് പുറത്തെ കാര്യങ്ങളൊക്കെ അവർ പറയാൻ തുടങ്ങി. ഈ കട്ടപ്പ എന്നുള്ള പേര് ജിഷൻ കൊണ്ട് എടുത്തിട്ടു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി എൻ്റെ മനസ്സ് പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് മിക്കവാറും ഇവരെല്ലാവരും കൂടി തകർക്കും. അതിനുള്ള എന്തൊക്കെയോ സാധനങ്ങൾ ഇവർ പ്ലാൻ ചെയ്തിട്ടാണ് വരുന്നത്. പ്രവീണും എല്ലാവരും ഉണ്ടായിരുന്നു. അവരൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടി ടാർഗറ്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ എന്നെ ടാർഗറ്റ് ചെയ്താൽ വന്നിരിക്കുന്നതെന്ന് എനിക്ക് ഇവരുടെ ഫസ്റ്റ് എൻട്രിയിൽ തന്നെ മനസ്സിലായി. ഞാനത് അപ്പം തന്നെ അപ്പാനിയുടെ അടുത്തും പിന്നെ ആര്യൻ്റെ അടുത്തും പോയി സംസാരിച്ചു. ഇവരെന്നെ കളിയാക്കി, ആര്യൻ എപ്പോഴും എന്നെ കളിയാക്കുമായിരുന്നു, ഞാൻ കരയുന്ന പോലെയാണ് സംസാരിക്കുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എടാ എന്നെ അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നീ അത് കളിയാക്കരുത് അവരുടെ മുമ്പിൽ വെച്ചെന്ന് പറഞ്ഞു. ഇവളുടെ അടുത്തും അനുവിൻ്റെ അടുത്തും സെയിം തന്നെ ഞാൻ പോയി പറഞ്ഞു. പക്ഷെ അനു അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് നീ എന്തോ അവൾ എന്തൊക്കെയോ സംഭവം പറഞ്ഞായിരുന്നു കേട്ടോ. അതെന്താന്ന് ഞാൻ കറക്റ്റ് വാക്ക് ഓർക്കുന്നില്ല. അവളിങ്ങനെ എന്നെ കുത്തുമല്ല, അവളിങ്ങനെ കളിയാക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് മേക്കപ്പ് റൂമിൻ്റെ അവിടെ വെച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, അനു നീ ഇങ്ങനെ പറയല്ലോ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ് പോയി. അന്ന് തൊട്ട് ഞങ്ങൾ തമ്മിൽ ചെറിയ ഇതായിരുന്നു. പക്ഷെ മസ്താനി വന്ന് കയറി എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ കാണുന്നത്. ഞാൻ അവളെ പിന്നീന്ന് കുത്തുന്നുണ്ട്, അവളുടെ ഓരോ കാര്യങ്ങളൊക്കെ പുറത്ത് പറയുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഞങ്ങൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവളുടെ പേഴ്സണൽ കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എൻ്റെ പേഴ്സണൽ കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ല പുറത്ത്. അല്ലെങ്കിൽ വേറെ കുറെ കാര്യങ്ങളുണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല. ട്രൂ ഫ്രണ്ട് ആയിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്, അവൾക്കും എന്നെ ഇഷ്ടമാണ് എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ തീർച്ചയായിട്ടും. കാരണം അനു ഞാൻ പറഞ്ഞല്ലോ, ഇന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇപ്പൊ പല പേരുകൾ പരാമർശിക്കപ്പെട്ടെങ്കിലും ശൈത്യയുടെ പേര് ഒരിടത്തും അനു പറഞ്ഞിട്ടില്ല. അവൾ എന്നോട് ഇങ്ങനെ ചെയ്തു, അതുകൊണ്ട് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല എന്നൊരിടത്തും അനു പറഞ്ഞിട്ടില്ല. അനു എനിക്കൊന്ന് കുറച്ചുകൂടെ അവര് കാര്യങ്ങൾ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ട് എടുത്തു എനിക്ക് തോന്നുന്നത്. ആദ്യത്തെ നമ്മുടെയൊക്കെ ആവേശം കഴിഞ്ഞപ്പോഴത്തേക്ക് അനുവിന്റെ പാട് നോക്കി, അനുവിന്റെ പ്രൊഫഷൻ നോക്കി അനു പോയി എന്നുള്ളതാണ്. കാരണം മറ്റു പലരും ചാനൽസിന്റെ പുറകെ പോയപ്പോൾ താൻ അവർക്കൊന്നും ഇന്റർവ്യൂ കൊടുത്തില്ല. ഞാൻ ചോദിക്കാനായിട്ട് ഇന്റർവ്യൂ കൊടുക്കാതിരുന്നതിന്റെ ഇപ്പൊ ഞാൻ റിയാലിറ്റി ബൈ ഷാരിയയിൽ വരാനുള്ള റീസൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്റർവ്യൂവിന് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു. പക്ഷെ ഞാൻ ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും അവരിടണമെന്നില്ല. അതെ, ഞാൻ പറയട്ടെ, കമന്റ് ബോക്സിലാണെങ്കിൽ പോലും എന്നെ വളരെ മോശമാക്കി വലിച്ചു കീറുന്ന രീതിയിൽ ഓരോന്നും കമന്റ്സ് വരും. അതൊക്കെ അവർ ഹൈഡ് ചെയ്യണമെന്നില്ല, എന്നെ അവർ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അവർക്ക് കാശ് മതി. അല്ലെങ്കിൽ ഒരാളെ വിറ്റ് ഒരാളെ കീറി നശിപ്പിച്ച് അവരുടെ ഡിഗ്നിറ്റി നശിപ്പിച്ച് എങ്ങനെ മുന്നോട്ട് കയറി പോവാം എന്ന് ചിന്തിക്കുന്ന സോഷ്യൽ മീഡിയയാണ് ഇപ്പോൾ ഉള്ളത്. ഓൺലൈൻ മീഡിയാസ് ആണ് ഇപ്പോൾ ഉള്ളത്. സോഷ്യൽ മീഡിയ അങ്ങനെയാണ് നല്ല വിഭാഗം. പക്ഷേ റിയാലിറ്റി ബൈ ഷാരിയയിൽ ഞാനിപ്പോൾ വരാനുള്ള റീസൺ എന്താ വെച്ചാൽ, ഞങ്ങൾ തമ്മിൽ എനിക്ക് തോന്നുന്നു പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ, ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ആ വൈബ് സെറ്റായി. എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും ഇപ്പോൾ കോൾ ചെയ്യാറുണ്ട്, ഒരു ദിവസം പോലും വിളിക്കാത്തതില്ല. വിളിക്കാറുണ്ട്, കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്, നമ്മൾ ടൂർ പോകാറുണ്ട്. അങ്ങനെ ആ ഒരു വൈബ് സെറ്റായി കഴിഞ്ഞപ്പോൾ പിന്നെ റിയാലിറ്റി ബൈ ഷാരിയയിൽ ഉള്ള കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഒന്നും ഹൈഡ് ചെയ്യാറില്ല, അല്ലെങ്കിൽ ഒന്നും കട്ട് ചെയ്ത് റീച്ചിന് വേണ്ടിയിട്ട് പല തമ്മിലിടും, അങ്ങനൊന്നും ഞാൻ കാണുന്നില്ല. അപ്പം ഞാൻ ഓർത്തു, ഓക്കെ എന്തായാലും ഷാരൂന്റെ ക്വാളിറ്റി ഉള്ള ആൾക്കാർക്ക് പറ്റിയ അപ്പൊ ഞാൻ ഓർത്ത് എന്തായാലും ഷാരൂന്റെ ചാനലിൽ തന്നെ നമുക്ക് ഓൺലൈൻ മീഡിയാസ് ആണെങ്കിൽ പോലും അന്ന് മുമ്പ് പറഞ്ഞില്ലായിരുന്നു, എയർപോർട്ടിൽ നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഞാൻ ഓൺലൈൻ മീഡിയാസ് അവിടെ ആ പോയിന്റ് സ്റ്റോപ്പ് ചെയ്യും. കാരണം അവിടെ അന്ന് നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് നല്ല മീഡിയാസിനെ വളരെ ചിരിച്ച്, അതായത് അതിന് മുമ്പ് വരെയും ഈ പറയപ്പെടുന്ന സൈബർ ബുള്ളിങ് ഇല്ലാഞ്ഞിട്ടല്ല ശൈത്യ സന്തോഷ് ചിരിച്ച് കാണിച്ചത്. പക്ഷെ എന്നിട്ടും അതെല്ലാം മറന്നുകൊണ്ട് ഹാപ്പി ആയിട്ട് ഫൈനാലേക്ക് പോയി വന്ന ഒരാൾ പിന്നീട് അതായത് നമ്മുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ബിന്നിയുടെ ഒരു പ്രോഗ്രാമിന് നമ്മൾ ചെന്നപ്പോൾ അവിടെയും മീഡിയാസിനെ മുഖം കൊടുക്കാതെ അകത്ത് കയറി പോവുകയായി. ഒരാൾക്കും മറുപടി കൊടുക്കാൻ നിന്നില്ല. അതെന്തുകൊണ്ടായിരുന്നു? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എവിക്റ്റായി വന്ന സമയത്താണെങ്കിൽ പോലും, നമ്മൾ തിരിച്ച് റീ എൻട്രിക്ക് പോയ സമയത്താണെങ്കിൽ പോലും ഓൺലൈൻ മീഡിയാസിനെ ഞാൻ വളരെയധികം റെസ്പെക്റ്റ് ചെയ്ത് അവർ ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും മറുപടിയും കൊടുത്ത് ഒക്കെ ചെയ്തിട്ടാണ്. അപ്പോൾ അവർ തന്നെ പറഞ്ഞു കേട്ടോ, ഞാൻ എയർപോർട്ടിൽ വന്ന സമയത്ത് അവർ തന്നെ പറഞ്ഞു, വേറെ ആരും ഞങ്ങൾക്ക് ഇങ്ങനെ മുഖം തരുന്നില്ലായിരുന്നു, ശൈത്യ മാത്രമേ ഞങ്ങളുടെ അടുത്ത് ഇത്രയും നേരം നിന്ന് സംസാരിക്കുന്നുള്ളൂ എന്ന്. പക്ഷേ ഈ റീ എൻട്രിയും കഴിഞ്ഞു, ഗ്രാൻഡ് ഫിനാലേയും കഴിഞ്ഞ് ഞാൻ പിന്നെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഓൺലൈൻ മീഡിയാസൊക്കെ നിങ്ങളോട് ഓരോരുത്തരുടെ അടുത്തും, എന്നെ അവർക്ക് കിട്ടിയില്ല. ഞാൻ വാരണാസിക്ക് പോയി, അത് എൻ്റെ ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ഒരു ട്രിപ്പായിരുന്നു. അതപ്പോൾ സംഭവിച്ചു പോയി. അപ്പോൾ അതെൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഓക്കെ ആവണമെന്ന് എനിക്ക് തോന്നി, അങ്ങനെ പോയി.
പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഉണ്ട് ഓരോരുത്തരും ചോദിക്കുന്ന ചോദ്യങ്ങൾ, ശൈത്യ റീഎൻട്രിക്ക് വന്ന് ശൈത്യ കാരണമല്ലേ അനുമോക്ക് കപ്പ് കിട്ടിയത്, ശൈത്യ കാരണമല്ലേ ബാക്കിയുള്ളവരൊക്കെ ഔട്ടായി പോയത്, അങ്ങനെ അങ്ങനെ എന്നെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഉള്ള സോഷ്യൽ മീഡിയയിൽ മൊത്തം ഇത് തന്നെയായിരുന്നു. തംബ്നെയിലിട്ടാണെങ്കിലും റിയാക്ഷൻ വീഡിയോസ് വരുന്നു, ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അപ്പം ഞാൻ ഓർത്ത്, ഞാൻ എന്തിനായിരുന്നു ഇവർക്ക് ഇത്രയും റെസ്പെക്റ്റ് കൊടുത്തത്? എനിക്ക് കിട്ടാത്ത റെസ്പെക്റ്റ് ഇനി അവർക്കും തിരിച്ചു കൊടുക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് അവർ മീൻസ് എനിക്ക് ആരോടും പിണക്കോ ദേഷ്യം ഒന്നുമില്ല, പക്ഷെ എനിക്ക് പറഞ്ഞിട്ട് വേറെ രീതിയിൽ മോശമായിട്ട് ഇടുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തംബ്നെയിൽ ഞാൻ പറയാത്ത കാര്യങ്ങൾ തംബ്നെയിൽ ഇട്ട് അങ്ങനെ കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല. ഞാൻ നിന്നു കൊടുത്തു, പക്ഷെ ഇനി നിൽക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് അന്ന് ചിരിച്ച് മാത്രം കാണിച്ച് ഞാൻ നേരെ പോയത്. ശൈത്യയുടെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് ആണല്ലോ, അതായത് നിയമങ്ങൾ വേണ്ട ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ ജനങ്ങൾക്ക് നീതി നടപ്പാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്തമുള്ള ജോലിയിലാണ് താൻ ഇരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോ, റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് ശരിക്കും ഒരു നെഗറ്റീവ് ഷോ ആണ് അല്ലേ? അത് നമ്മൾ അവരുടെ ഇതൊന്നും റീച്ച് ചെയ്യുമല്ലോ, അത് എല്ലാവർക്കും അറിയാം, നെഗറ്റീവാണ്. അത് തമ്മിലടിയാണ്. അതായത് ഒരു ഫാമിലിക്ക് ഇരുന്ന് ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റാത്ത തരത്തിലുള്ള തമ്മിലടിയും വർത്തമാനങ്ങളും അതിനകത്തുണ്ട്. അതിൽ പലതും മ്യൂട്ട് ചെയ്താൽ പറയുന്നെങ്കിൽ പോലും കുട്ടികൾക്ക് അറിയാം അതിനകത്ത് അടിയാണ് നടക്കുന്നത്. പച്ചവെള്ളത്തിനും കറിവേപ്പിലേക്കും വേണ്ടി അടി നടത്തുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെയാണോ ആ ഒരു ഷോ പോകേണ്ടത്? ഒരു ലോയർ എന്ന നിലയിൽ താങ്കൾക്ക് എന്താണെന്ന് കുറച്ചുകൂടെ വേറൊരു രീതിയിൽ ആ ഷോ കൊണ്ടുപോകാമായിരുന്നില്ലേ? അതായത് ഒരു ഫണ്ണി ആയിട്ടോ അല്ലെങ്കിൽ ഫാമിലിക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ, ചിൽഡ്രൻ ഓറിയന്റഡ് ആയിട്ടല്ലേ? ഒരു കാര്യം പറയട്ടെ, ഞാൻ പറഞ്ഞില്ലേ സീസൺ 1 തൊട്ട് ഞാൻ കാണുമായിരുന്നു. പക്ഷെ അതിനകത്ത് ഒരുപാട് ടാസ്കുകളും കാര്യങ്ങളും ഒക്കെ കൂടുതലുണ്ടായിരുന്നു. പക്ഷെ ഈ സീസണിൽ വന്നപ്പോൾ ടാസ്കുകൾ കുറവ്, വെറുതെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു കിച്ചണിലായിരുന്നു ഏറ്റവും കൂടുതൽ അടി നടന്നത്. അയ്യോ, അത് തന്നെ ഞാൻ പറയട്ടെ, കാണുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ കുട്ടികൾ പോലും കാണുന്ന ഒരു ഷോയാണ്. അപ്പോൾ അവരിത് കാണുമ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെയാണല്ലേ അടികൾ, ഇവരെ മീൻസ് അത് വെച്ചിട്ടായിരിക്കും നമ്മളെ ഓരോരുത്തരെയും ജഡ്ജ് ചെയ്യുന്നത്. മീൻസ് അവരുടെ വീട്ടിലും ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്, അതുകൊണ്ടായിരിക്കുമല്ലോ അവരും ഇവിടെ വന്ന് കാണിക്കുന്നത്. ആ ഒരു സാധനമായിരിക്കും ഓരോരുത്തരും. നമ്മൾ തന്നെ പരസ്പരം വിളിച്ചു കൂട്ടില്ലേ, നിന്റെയൊക്കെ വീട്ടിൽ ഇതൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. ഇവൻ പാത്രം കഴുകാത്തതിന് അവിടെ നമ്മൾ അടുക്കള കിച്ചൺ ടീമിൽ, നീ വെസൽ ടീമിലായിരുന്നല്ലോ, വെസൽ ടീമിലായിരുന്ന സമയത്ത് എന്നോട് നെവിൻ പറഞ്ഞതാണ്, KB താൻ പാത്രം കഴുകരുത്, അവനവൻ തിന്ന പാത്രം അവനവൻ കഴുകണം എന്നുള്ളത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, വന്ന ആ ഒരു ആവേശത്തിൽ ഫസ്റ്റ് കിച്ചൺ ടീമല്ലേ അങ്ങ് കഴുകി മെഴുക്കി. ശൈത്യായിരുന്നു ഏറ്റവും കൂടുതൽ പാത്രം കഴുകിയിട്ടുള്ള ആൾ. ഞാൻ ഏറ്റവും കൂടുതൽ വെസലിൽ നിന്നിട്ടുള്ളൂ. പക്ഷെ പിറ്റേ വീക്കില് പിന്നെ അവനവന്റെ പാത്രം കഴുകണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ എന്റെ തല ഇറക്കാൻ വന്നു എല്ലാവരും. അപ്പൊ അന്ന് നെവിൻ എന്നോട് ചോദിച്ചു, തനിക്ക് മനസ്സിലായില്ല? അന്ന് നമ്മളും പറഞ്ഞു അവനവന്റെ വീട്ടിൽ കാണിക്കുന്ന കാര്യമാണ് ഈ പാത്രം കഴുകാത്തതെന്ന് പലരും അവിടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ അവിടെ ഈ സമൂഹത്തിലേക്ക് പോകുന്ന ഒരു മെസ്സേജ് അതാണ്. അങ്ങോട്ടും ഇങ്ങോട്ട് വഴക്കുണ്ടാക്കുമ്പോൾ പോലും അങ്ങനെ പറയാറുണ്ടായിരുന്നു. മീൻസ് അങ്ങനത്തെ. അപ്പൊ ഇത് കാണുന്ന പ്രേക്ഷകർ വിചാരിക്കുന്നത് എന്താ, നമ്മുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്വഭാവങ്ങളായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള വർത്തമാനങ്ങളായിരിക്കും വീട്ടിൽ പറയുന്നതെന്നേ വിചാരിക്കത്തുള്ളൂ. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ചിന്തിച്ച് നല്ലൊരു മീൻസ് നല്ല പോസിറ്റീവ് മെസ്സേജ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ വഴക്കും സംഭവങ്ങളൊന്നും ഇല്ലാതെ ടാസ്കുകൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം, കുറച്ച് ഫണ്ണി ആക്കാം, കുറെ ബോണ്ടിങ്സ് വേണമെങ്കിൽ കാണിക്കാം, കുറെ ഫ്രണ്ട്ഷിപ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓരോരുത്തരും തമ്മിലുള്ള ബോണ്ടിങ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി അടിപൊളിയാക്കി നല്ലൊരു റിയാലിറ്റി ഷോ ആക്കാൻ പറ്റും. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു, നമ്മൾ പറഞ്ഞല്ലോ, നമ്മളോട് അവിടെ ഇരുന്ന അവിടുത്തെ അസോസിയേറ്റ് നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ വഴക്ക് തന്നെ ഇട്ട് വേണ്ട. നമ്മുടെ ലൈൻ കെട്ടിൽ അഞ്ജന നമ്പ്യാർ പറഞ്ഞത്, നിങ്ങൾ വഴക്കിടണമെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു നമ്മളോട്. പക്ഷെ വഴക്കിടാതെ നമ്മൾ കാണിച്ച മ്യൂസിക്കൽ കോൺസേർട്ടും മ്യൂസിക്കൽ സാധനമൊന്നും പുറത്ത് ഞാൻ കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ് ബിഗ് ബോസ് നമുക്ക് ചോദിക്കാനുള്ളത്? ഞങ്ങൾ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് നിലയിൽ ചോദിക്കുകയാണ്, മുൻ കണ്ടസ്റ്റൻസ് നിലയിൽ ചോദിക്കുകയാണ്, അതെന്തുകൊണ്ടാണ്? നമ്മളോട് പറഞ്ഞ ഇങ്ങനെയാണ്, നിങ്ങൾ വഴക്കിട്ട് നിൽക്കണമെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ദെൻ വൈ നമ്മൾ എത്രയോ ദിവസങ്ങളിൽ പാട്ടുപാടി അവിടെ ഷാരു ഇല്ലായിരുന്നു, ഒരു ക്യാപ് ടാസ്ക് നടന്നായിരുന്നു, അന്നുണ്ടോ? അത് കണ്ടോ? അല്ല, ഞാൻ പോയിന് പിറ്റേ ആഴ്ച തല പറിച്ചെടുത്തോണ്ട് ഓടിയത്, മുടിയൊക്കെ വലിച്ചു അല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, ആ ടാസ്കില് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരും വഴക്കുണ്ടാക്കരുത്, ഇത് ഒരു ഫിസിക്കൽ അസോൾട്ട് പോലെ നടത്തേണ്ട അതെ അങ്ങനെ പറഞ്ഞു. നിങ്ങളത് ന്യൂട്രൽ വേണം. ബിഗ് ബോസ് ബിഗ് ബോസ് പ്ലാൻ ചെയ്ത സാധനവും അങ്ങനെ തന്നെയാ. ബിഗ് ബോസ് പ്ലാൻ ചെയ്യുന്ന ഓരോ ടാസ്കും അങ്ങനെ തന്നെയാ, പോസിറ്റീവായിട്ടായിരിക്കും, ഈ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല. പക്ഷെ നമ്മള് കണ്ടസ്റ്റൻസ് എന്താ കാണിക്കുന്നത്,
അവിടെ അടി കൂടി ബഹളം ഉണ്ടാക്കി അതെങ്ങനെയെങ്കിലും മറ്റേ ആ ടാസ്കിലല്ലേ നമ്മുടെ കൈയൊക്കെ മുറിഞ്ഞു 10 സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്റെ കാല് മുറിഞ്ഞു, കൈ മുറിഞ്ഞു. ദേ ഇപ്പോഴും ഉണ്ട് അതിന്റെ പാട്. ഇതേ കണ്ടോ? അയ്യോ, പാടൊന്നും മാറിയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടാസ്കിൽ, ക്യാപ് ടാസ്കിൽ നിങ്ങൾ ന്യൂട്രൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ആ ക്യാപ്പ് ഓരോരുത്തരുടെയും തലേന്ന് എടുക്കണം. ഇതായിരുന്നു പറഞ്ഞത്. ബസർ അടിച്ച് ഒട്ടനെ എല്ലാരും കൂടി 3 പേരായിട്ട് ഗ്യാങ് തിരിഞ്ഞിട്ടുണ്ടല്ലോ. അക്ബറിന്റെ ഷട്ടൊക്കെ കീറിയതല്ലേ? ഞാൻ ഫസ്റ്റ് കാണുന്നത് ഞാനും അനുവും ജിസയിലും കൂടി, ഞങ്ങൾ 3 പേരും കൂടി ഒരു ഗ്രൂപ്പിലായിരുന്നു. അപ്പൊ ഞാൻ കാണുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടി രേണു ചേച്ചിയുടെ തല പിടിച്ചു. അത് വലിയ അംഗമായിരുന്നു. ഞാനോർത്ത്, ഞാൻ പറഞ്ഞു ഇത് ഫിസിക്കൽ അസോൾട്ട് അല്ലല്ലോ. അക്ബർ രേണുവിനെ കഷത്തിലൊക്കെ കൊണ്ടുപോകേണ്ടി വന്ന് അല്ലേ? അത് കൂടാണ്ട് അനീഷേട്ടന്റെ ബാക്കിൽ എന്തൊക്കെ പോട്ടെ, ഷാനവാസിക്കയുടെ കൈ കടിച്ചു പറിച്ചു. ആര്? അയ്യോ, അനീഷേട്ടൻ എന്തൊക്കെയാണ് കാണിച്ചത്? അതൊന്നും കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു പുറത്ത്. എന്തായാലും ഞങ്ങൾ ഇതൊക്കെ പുറത്തു വിട്ടിരിക്കുകയാണ്. ഇതൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. കയ്യില് ആ സമയത്തൊക്കെ നമ്മൾ ഭയങ്കര ടെൻഷനും എന്താണ് നടക്കുന്നത്. ഇനി അത് 4 ദിവസത്തെ ടാസ്കാ. ഇനി നാളെ ആർക്കാണോ എന്താ പറ്റുന്നൊന്നും അറിയാം. പേടിച്ചു തുടങ്ങിയായിരുന്നു നിങ്ങളല്ലേ? പേടിച്ചു തുടങ്ങി. ആദ്യത്തെ ദിവസം ഇങ്ങനെയാണെങ്കിൽ പിന്നെ പിറ്റേ ദിവസം ക്യാപ്പിന്റെ ചെറിയ കഷ്ണം കിട്ടുള്ളൂ, ബാക്കിയെല്ലാം വലിച്ചു കീറി. പലർക്കും പല ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉണ്ടായത് ഷാനവാസിക്കയുടെ കൈ ഇത്രയും പോർഷൻ കടിച്ചിങ്ങെടുത്തു. അത് കഴിഞ്ഞിട്ട് ആ കടിച്ചെടുത്തതിന്റെ ദേഷ്യത്തില് ഷാനവാസിക്ക് ഇടിച്ച് നമ്മള് ടോം ആൻഡ് ജെറിക്കകത്ത് ടോമിന്റെ തലയിലും അതുപോലെ അനീഷേട്ടന്റെ ബാക്കിലിങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ മുതുകത്ത് ഇങ്ങനെ വന്നിരിക്കുന്നു. പുള്ളിക്കാരന്റെ മൂക്കിന് എന്തൊക്കെയോ പറ്റി. ഞാൻ എന്നിട്ട് പോയി മറ്റേ ഐസ് പാക്ക് ഒക്കെ വെച്ച് അനീഷേട്ട കുഴപ്പമില്ല, പുള്ളിക്കാരൻ ഫുള്ളി ഇങ്ങനെ ആയി പോയി. അതോടുകൂടി അനീഷ് മിണ്ടാതായി പോയത് തോന്നല്ലേ? ആ ഇടിയോടുകൂടി പുള്ളിയുടെ പുള്ളിയെ തന്നെ മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയി. ഇതൊക്കെ നമ്മളിപ്പോ ഇരുന്ന് ചിരിക്കുന്നു. പക്ഷെ അന്ന് മറ്റേ ഹൗസിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര പോയവർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഇന്നും ജനങ്ങളോട് എനിക്കും ശൈത്യക്കും അതൊക്കെയാ പറയാനുള്ളതല്ലേ. പോയവർക്ക് മാത്രം എക്സ്പീരിയൻസ് ആവുന്ന കുറെ അനുഭവങ്ങളുണ്ട് അതിനകത്ത്. ആ മട്ടാസ്ക് ആണെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ എന്തിനാ അടി ഉണ്ടാക്കിയത് അതെനിക്കും അറിയത്തില്ല. രാവിലെയോ ഈ സരിക ചേച്ചിയോട് ഞാൻ ഭയങ്കര കമ്പനിയായിട്ട് ഭയങ്കര സ്നേഹോ. കണ്ണയ്യ പോലെ നിൽക്കുവായിരുന്നു അവിടെ. കൂടി അഴിച്ചിട്ടിട്ട് എന്ത് ഉള്ളിൽ ഞാൻ ഫുൾ ആ സ്റ്റിക്ക് ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരുന്നു. പുള്ളിക്കാരത്തെ എങ്ങനെയോ കണ്ടു ഒന്ന് പിടിച്ചു വലിച്ച് എന്നെ മലത്തി അടിച്ച് അത് കൊണ്ടുപോയി. എന്റെ മോളിൽ കിടന്ന് ഞാൻ നോക്കുമ്പോ അതിന്റെ മുകളിൽ ഒണിയിലായിട്ട് അതിന്റെ പോലെ അപ്പ ഞാൻ ചാവാറായി. ഞാൻ എന്നിട്ട് പറഞ്ഞു, ദൈവമേ എന്നൊന്നും നിങ്ങൾ എന്താന്ന് വെച്ചാൽ കൊണ്ടുപോയി. ഞാനുണ്ട്, ഞങ്ങൾ എല്ലാരും കൂടെ ഒന്ന് പറഞ്ഞു. ഞാൻ കിടന്ന് അലച്ചു വിളിക്കാം, അപ്പാനി ആരെ കേൾക്കാൻ എവിടെ കേൾക്കാൻ. ജിസേലിനെ ആകുമ്പോൾ എല്ലാവർക്കും അന്ന് ഇഞ്ചുറീസ് നല്ലതായിട്ട്, അതായത് എല്ലാ ടാസ്കിലും മയത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഭയങ്കര ആവേശത്തിൽ ഇപ്പം എല്ലാം കൂടി പിടിച്ച് പറിക്കുക എന്നുള്ള രീതിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ആ മട്ടാസ്കിൽ പോലും എത്ര തവണ ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് നിർത്ത് ബസറടിച്ച് എത്ര അടിച്ചു, ലോങ് അടിച്ച് ബസറൊക്കെ. അതൊക്കെ വല്ലാത്തൊരു കണ്ടസ്റ്റൻസ് ഇപ്രാവശ്യം അത്രയും പ്രശ്നക്കാരായി മാറിയല്ലേ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്. വല്ലാത്തൊരു ഏറ്റവും വലിയ പ്രശ്നമായിരുന്നത്. വല്ലാത്തൊരു അപകടകരമായിട്ടുള്ള ലെവലിലായിരുന്നു കളിച്ചത്. അതുകൊണ്ടാണ് തോന്നുന്നു ബിഗ് ബോസിന് തന്നെ ഫുൾ ഇങ്ങനെ ഷഫിൾ ആയി പോയി. പലതും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് പിന്നെയും ബിഗ് ബോസിലേക്ക് പോയി. പിന്നെ വേണ്ടാന്ന് വെച്ചിരുന്നു നമ്മളെ. അത് ലൂപ്പാണ്. അപ്പൊ എനിക്ക് വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ബിഗ് ബോസ് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ കുറെയൊക്കെ ബിഗ് ബോസിന്റെ കാര്യങ്ങൾ, സോഷ്യൽ മീഡിയ. സത്യത്തിൽ ഇതിനകത്ത് ശരിക്കും കളിക്കുന്നത് പുറത്തുനിന്ന് ഇപ്പൊ നമ്മൾ അറിയാം, മര്യാദയ്ക്ക് കണ്ടസ്റ്റൻസിനെയും ബിഗ് ബോസ് അണ്ണനെയും അവനവന്റെ കളിക്ക് പറഞ്ഞാൽ, അതായത് അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് ഇട്ടോട്ടെ, കണ്ടസ്റ്റൻസിന്റെ കളി കളിച്ചോട്ടെ, അവർ അവരുടെ ഇഷ്ടത്തിന് വിടുക, ജനങ്ങളുടെ വോട്ടിന് വിടുക, എങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷെ അവിടെ വില്ലൻ കളിക്കാൻ വരുന്നത് PR ആണെന്ന് ശൈത്യക്ക് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ PR ഒരാളെ ഡിപ്പെൻഡ് മീൻസ് ഒരാളെ എടുത്തിട്ടുണ്ടെങ്കിൽ, അവരുടെ PR ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ മാക്സിമം പോസിറ്റീവ് വേയിൽ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ നല്ലോണം ബൂസ്റ്റ് ചെയ്യുക. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കണ്ടസ്റ്റിനെ അത്ര അടിച്ച് താത്തി നെഗറ്റീവ് ആക്കി അവരെ വലിച്ചു കീറുന്ന രീതിയിലാക്കാണ്ട് ഒരാളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതെന്താ നമ്മുടെ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പുറത്തുള്ള കണ്ടസ്റ്റിനെ എങ്ങനെയെങ്കിലും അടിച്ച് താക്കണം എന്നല്ലേ ഇവർക്ക് കയറാൻ പറ്റത്തുള്ളൂ. ആ ഒരു ലെവലിൽ നമ്മുടെ
പല പല നമ്മൾ പോലും ചിന്തിക്കാത്ത പല പല കട്ടിങ്സും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. 15 സെക്കൻഡ് 30 സെക്കൻഡിൽ ഇടുന്നു. ആൾക്കാർ ഫുൾ എപ്പിസോഡ് അല്ലെങ്കിൽ ബിഗ് ബോസ് മുഴുവനായിട്ട് ഇരുന്ന് കാണണമെന്നില്ല. പല ആൾക്കാരും ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ സോഷ്യൽ മീഡിയ ആയിരിക്കും. മീൻസ് അവർക്ക് കുറച്ചൊരു എൻ്റർടൈൻമെൻറ്റ് വേണോ, അല്ലെങ്കിൽ അവരൊന്ന് റിലാക്സ് ആകാൻ വേണ്ടി സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ എന്താ നമ്മളങ്ങോട്ട് അവരെ അടിക്കുന്നു, ഇവരെ ഇടിക്കുന്നു, ചീത്ത വിളിക്കുന്നു. അപ്പം നമ്മളെ അത് കണ്ടിട്ടായിരിക്കും ജഡ്ജ് ചെയ്യുന്നത്. അത് ആക്ച്വലി ഇതെല്ലാം കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇടുന്നത് PR ടീംസ് ആണ്. PR മാത്രമല്ല, ഫാൻസ് എന്ന് പറയുന്നതും ഈ PRന്റെ ഒരു സൈഡ് തന്നെയാണ്. അവരുടെ ഒന്നും ആവശ്യമില്ലാത്ത ഇടപെടലില്ലെങ്കിൽ ഈ ഷോയ്ക്ക് ഇത്രയും വലിയ പ്രശ്നങ്ങളില്ല. എനിക്കത് കണ്ടസ്റ്റൻസിനും പ്രശ്നം ഉണ്ടാവില്ല. കണ്ടസ്റ്റൻസ് പുറത്തിറങ്ങി കഴിയുമ്പോൾ PR ടീംസിന്റെ കുറെ കാര്യങ്ങൾ അവരങ്ങനെ പറഞ്ഞായിരുന്നു, ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഓരോരുത്തരുടെ മൈൻഡ് മാറ്റുന്ന കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനൊന്നും ഇല്ലാതിരുന്ന മീൻസ് PR എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാതെ ഈ ഷോ അവരുടെ സ്ക്രിപ്റ്റ് എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഷാരു പറഞ്ഞ പോലെ കണ്ടസ്റ്റൻസിന്റെ ഓരോ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, അങ്ങനെ ആണെങ്കിൽ ആർക്കും ഒരു കുഴപ്പമില്ലാതെ ക്യാമറ ഓഫ് ആയി കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എല്ലാവരും അടിപൊളി സുഹൃത്തുക്കളായിട്ട്. ഇപ്പൊ എത്ര എനിക്ക് തോന്നുന്നു നമ്മുടെ സീസൺ 7-ലായിരിക്കും കൂടുതലും ഗ്യാപ്പ് വന്നതല്ലേ? അതെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്യാതറിങ്സ് ഇല്ല. മറ്റേ സീസൺ 6 വരെ ഞാൻ കണ്ടിരിക്കുന്ന അങ്ങനല്ല. എന്ത് പ്രോഗ്രാമിനും അവരൊരു ഗ്യാതറിംഗ് ഉണ്ട്. 1-2 പേരൊഴിച്ചാൽ ബാക്കി എല്ലാവരും നല്ല ഗ്യാതറിങ്സിലാണ്. പക്ഷെ നമ്മുടെ സീസണിൽ മാത്രം എല്ലാവരും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട്. ഇപ്പൊ നമ്മളെ പോലുള്ള കുറച്ച് അറിയാതെ കണക്റ്റഡ് ആയി പോയ കുറച്ച് ആൾക്കാരുണ്ട് വൈബില്. അങ്ങനെ ആൾക്കാർ ഒഴിച്ചാൽ ഒരു കൂട്ടം, ഒരു ഗ്യാതറിംഗ്, ഒരു സീസൺ 7 ആണ് നമ്മളെല്ലാവരും ഒരുമിച്ചത്. ആ സീസൺ 7-ന്റെ ഒരു ഗ്യാതറിംഗ് എങ്ങും കാണാനില്ല. അതിന്റെ റീസൺ ഇതൊക്കെ തന്നെ ആയിരിക്കും. പുറത്ത് കൊണ്ടുവന്ന പേര് നമുക്ക് എല്ലാവരും പേഴ്സണലി എടുക്കേണ്ടി വന്നു. കാരണം നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ആ എപ്പിസോഡ്സ് ഇരുന്ന് കാണാൻ പറ്റില്ല. കണ്ടുപോയോ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എന്റെ എൻട്രി മാത്രമേ കാണൂ. ലോഞ്ചിങ് എൻട്രി ഗ്രാൻഡ് ഫിനാലെ ഡാൻസ് ഉണ്ടായിരുന്നു. അതും കണ്ടിട്ടുണ്ട്. അല്ലാതെ ഞാൻ എപ്പിസോഡ്സ് കാണത്തേയില്ല. എവിക്ഷൻ പോലും കാണാൻ എനിക്ക് വയ്യ. കണ്ടു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓരോരുത്തർ നമ്മളെ പറ്റി കുറ്റം പറയുന്നു, അല്ലെങ്കിൽ അവരങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഹേർട്ടാവും, നമ്മൾ പേഴ്സണലി എടുക്കും, ചിലപ്പോൾ അവരോട് മിണ്ടാതാവും. അതുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് എല്ലാവരുമായിട്ട് അടിപൊളിയായിട്ട് എല്ലാവരോടും സംസാരിച്ച്, പൊതുവിൽ ശൈത്യ അങ്ങനെ തന്നെയായിരുന്നു. അവിടെയും എല്ലാവരുമായിട്ടും അടിപൊളിയായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചു. ഞാൻ എവിക്റ്റ് ആയി ഇറങ്ങുന്ന സമയത്ത് ലാലേട്ടൻ ശൈത്യ എവിക്റ്റ് ആവുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ എല്ലാവരോടും പറഞ്ഞത്, എനിക്ക് എല്ലാവരുടെ മനസ്സിലൊരു സ്ഥാനം പിടിക്കാൻ പറ്റി, അതാണ് എൻ്റെ വിജയം. ആ ഒരു സ്നേഹവും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും കൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ആ ഒരു സാധനമാണ് എന്നെ ഇന്നും പോസിറ്റീവ് മൈൻഡിൽ തന്നെ ഇരുത്തുന്നത്. ബാക്കിയുള്ളവർ എന്തും പറഞ്ഞോട്ടെ. അല്ലെങ്കിൽ വേറൊരു കാര്യം ഉണ്ടായിരുന്നു, അതായത് റീ എൻട്രിക്ക് ഇറങ്ങിയ സമയത്ത്, റീ എൻട്രിക്ക് കയറിയ സമയത്ത് ഇങ്ങനെ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പേഴ്സണലി ഹേർട്ടാക്കിയിട്ടുള്ള, എന്നെ അത്രയും പേഴ്സണലി ഹേർട്ടാക്കുന്ന അല്ലെങ്കിൽ എന്നെ അത്രയും വേദനിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ച് റിയാക്ട് ചെയ്യാറുള്ളൂ. കണ്ടിട്ടുണ്ടോ ഞാൻ അവിടെ റിയാക്ട് ചെയ്യുന്നത്? ഇല്ല. ആകെ റീ എൻട്രിക്ക് മാത്രമേ ഞാൻ അവിടെ റിയാക്ട് ചെയ്തിട്ടുള്ളൂ. കാര്യം എന്നെ അത്രയും പേഴ്സണലി ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ആരുടെ അടുത്തും പോയിട്ട് അങ്ങോട്ട് ചെന്ന് ദേഷ്യപ്പെടുവോ അല്ലെങ്കിൽ അങ്ങനെ പ്രൊവോക്ക് ആവുന്ന ഒരാളല്ല. ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞ് എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുമോ, അല്ലെങ്കിൽ എന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന, പേഴ്സണലി ഹേർട്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യമാണെങ്കിൽ മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. റീ എൻട്രിക്ക് പോയപ്പോഴും ഫസ്റ്റ് ഡേ സെയിം കാര്യങ്ങൾ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. എന്നെ അത്രയും പേഴ്സണലി ഹേർട്ടായി. പക്ഷേ ആൾക്കാർ കാണുമ്പോൾ എന്താ, ഒരു സൈഡ് മാത്രമേ കാണുന്നുള്ളൂ, ഞാൻ സംസാരിക്കുന്ന മാത്രമേ കാണുന്നുള്ളൂ. ഓപ്പോസിറ്റുള്ള സംസാരിക്കുന്നതോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ അത്രയും പ്രൊവോക്ക് ആയെന്നോ ഒന്നും ആൾക്കാർ കാണുന്നില്ല. പിന്നെ വേറൊരു കുറേ ഇത് വന്നത്, ശൈത്യ ബിഗ് ബോസിനകത്ത് റീ എൻട്രിക്ക് പോയി കിടന്ന് കരയുമല്ലായിരുന്നോ, ഇവള് ഭയങ്കര ഇതാന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എന്തിനാ പോയി കരഞ്ഞത്. അത് ആക്ച്വലി ഞാൻ അനുവിൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളും സംസാരിച്ച് വന്നപ്പോൾ അനുവിൻ്റെ അടുത്ത് വഴക്കിട്ടിട്ട് കരഞ്ഞതല്ല, ബിഗ് ബോസിൻ്റെ അടുത്ത് ഞാൻ വഴക്കിട്ടു. ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. അത് നമ്മൾ റീ എൻട്രിയിൽ കയറിയപ്പോൾ എല്ലാവരും ഓരോന്നൊക്കെ പറയുമ്പോഴും ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു പുറത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ അനുവിൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തത്, ശൈത്യ പുറത്തെ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ലല്ലോ എന്നല്ലേ പറഞ്ഞേ. അപ്പം ഞാൻ ചോദിച്ചു, ബിഗ് ബോസ് ഈ വൈൽഡ് കാർഡിൽ വന്ന ആൾക്കാർ പുറത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് അകത്ത് കൊണ്ടുവന്നിട്ട് ഓരോന്നൊക്കെ പറഞ്ഞപ്പോൾ ബിഗ് ബോസ് എന്താ സംസാരിക്കാതിരുന്നത്, എന്തുകൊണ്ട് അന്ന് അനൗൺസ് ചെയ്തില്ല എന്ന് ഞാൻ ചൂടായിട്ട് അങ്ങോട്ട് ബിഗ് ബോസിനെ ക്വസ്റ്റ്യൻ ചെയ്തു. അത് അലർച്ചയായിട്ട് ഞങ്ങൾ ഓടി വന്നപ്പോൾ സംഭവം കഴിഞ്ഞു. ബിഗ് ബോസ് പിന്നെ തിരിച്ച് ശൈത്യമിണ്ടല്ലേ. അപ്പൊ ഞാൻ അപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കരഞ്ഞത്. പക്ഷെ അത് കാണിച്ചില്ല, കട്ട് ചെയ്തു. ബിഗ് ബോസ് സംസാരിച്ച കട്ട് ചെയ്തു. കാര്യം അതിന്റെ ബേസിലാണ് ഞാൻ കരഞ്ഞത്. അതും ഇന്നിപ്പോ ഓരോരുത്തർ ട്രോളിക്കൊണ്ടിരിക്കുന്നുണ്ട്.
കാര്യം സത്യാവസ്ഥ എന്താണ്, അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന വ്യക്തി എന്താണെന്ന് പോലും മനസ്സിലാക്കാതാണ് ഓരോരുത്തർ റിയാക്ഷൻ വീഡിയോസും ട്രോൾ വീഡിയോസും ഓരോ കാര്യങ്ങളും പറഞ്ഞു. ഇന്നും നമ്മൾ പറയുന്ന ഒരു കാര്യം അതൊരു ഗെയിം ഷോ ആണ്. അവിടെ ഓരോരുത്തരുടെ കർമ്മം അവർ മനോഹരമായിട്ട് ചെയ്തു അവർക്ക് പറ്റുന്ന രീതിയിൽ. അത് കഴിഞ്ഞിട്ടും ദാ ഇപ്പോഴും എനിക്ക് തോന്നുന്നു എന്തെങ്കിലും റീലിട്ടാൽ ഏതെങ്കിലും കുത്തിത്തിരിപ്പുകൾ കാണും അവിടെ വന്നിട്ട്, ആ വന്നല്ലോ ഇന്ന പേര് പറഞ്ഞ് കളിയാക്കാനായിട്ട്. എനിക്കിപ്പോഴും ഞാൻ അവർക്ക് കൃത്യമായിട്ട് മറുപടി കൊടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം നിന്നെ പറയുവാണെങ്കിൽ ഞാൻ ചോദിക്കും, രേണുവിനെ പറയുകയാണെങ്കിൽ ഞാൻ ചോദിക്കും, പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ ചോദിക്കും. കാരണം എനിക്ക് അറിയാവുന്ന പേഴ്സൺസ് ആണ് അവരെയൊക്കെ അതൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ആരും മെഷീൻസ് അല്ല. അതെ, അല്ല എനിക്ക് മനസ്സിലാവാത്ത, എനിക്ക് ഇത്രയും നെഗറ്റീവും കാര്യങ്ങളൊക്കെ വന്നു, പക്ഷെ അവിടെ തെറി വിളിച്ചും അത്രയും മോശമാക്കി ഓരോരുത്തരെയും പേഴ്സണലി ആക്കുന്ന രീതിയിൽ ഫാമിലിനെ വരെ വിളിച്ച ആൾക്കാർ റീ എൻട്രിക്ക് വന്ന് പെട്ടെന്ന് 4 ദിവസം കൊണ്ട് പെട്ടെന്ന് നന്മമരങ്ങളായി മാറി. അത് എനിക്കത് ഭയങ്കര ഷോക്കിങ്, ഇപ്പോഴും എനിക്ക് ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതെന്താണ് സംഭവം? അത്രയും ഹേർട്ട് ചെയ്ത് തെറി വിളിച്ചിട്ട് പോലും, മീൻസ് അങ്ങനെ സംസാരിച്ചിട്ട് പോലും അവര് പോസിറ്റീവായിട്ട് നടക്കുന്നു. അതെ, അത് ഇത് മനസ്സിലാക്കേണ്ടത് ജനങ്ങളാണ്. ഇതിന് മറുപടി കൊടുക്കേണ്ടത് ജനങ്ങളാണ്. കാരണം ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നിങ്ങളാണ് മറുപടി കൊടുക്കുന്നത്. കാരണം ബിഗ് ബോസ് അതൊരു ഷോ ആണ്. അവർ ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യും, എന്തും കട്ട് ചെയ്തത്. അവർ ഓൾറെഡി നമുക്കൊരു അജണ്ട തരുന്നുണ്ട് അവിടെ. പക്ഷേ പുറത്തിരിക്കുന്ന ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്. അവർ മനസ്സിലാക്കേണ്ട ഒരു ചോദ്യം, ഇനി വരുന്ന സീസണുകളിലെ കണ്ടസ്റ്റൻസിന് കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. കാരണം പലരും അവിടെ വന്ന് ഫാമിലിയെ പറയുന്നു, അച്ഛനമ്മയും പറയുന്നു, ഇൻഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിറ്റിയെ പറയുന്നു, പിന്നെ കമ്മ്യൂണിറ്റിക്ക് ഒപ്പം പറയുന്നു, നിൽക്കുന്നു, തേക്കുന്നു, അങ്ങനെ പലതും പറയുന്നുണ്ട്. അതൊക്കെ അവരുടെ ഗെയിമിന്റെ ഭാഗമായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. പക്ഷെ ജനങ്ങൾ അവരെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ബുദ്ധി ഉപയോഗിക്കണം. നിങ്ങൾ ചുമ്മാ എന്തെങ്കിലും കണ്ടിട്ട് അതും എഴുതി പിടിപ്പിച്ച് വിടുക അല്ല ചെയ്യേണ്ടത്. അവിടെ പല നിരപരാധികളും ബലിയാടായി പോയിട്ടുണ്ട്. ശൈത്യയെ പോലെ തന്നെ വേറെ പലരും അവിടെ കരഞ്ഞിട്ടുണ്ട്. കാരണം അതൊന്നും അതിൽ ശൈത്യ കുറെ കൂടെ കൂടുതൽ ടോപ്പിലെത്തിപ്പോയി, കരച്ചിലിന്റെയും ഈ പറഞ്ഞ തേജോവധത്തിന്റെയും. അതുകൊണ്ടാണ് അവർക്ക് ഇപ്പൊ ഇങ്ങനെ വന്നിരുന്ന ഒരു മറുപടി പറയേണ്ടി വരും. ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂ ആണ്. ജനങ്ങളാണ് ഇതിനൊക്കെ മറുപടി ഞങ്ങളുടെ കമന്റ് ബോക്സിൽ ഒന്ന് പറയുക ഇതിനൊക്കെ. കാരണം അടുത്ത സീസൺ വരാറായി. ഇനി ഒരു കണ്ടസ്റ്റന്റും ഇങ്ങനൊരു ദ്രോഹത്തരം അനുഭവിക്കാൻ പാടില്ല. വർഷം ഒന്ന് കഴിയുന്നു, എന്നിട്ടും ഇന്നും ഒരു പോസ്റ്റ് ഇടാനോ അല്ലെങ്കിൽ ഒരാളോട് മാന്യമായിട്ടൊരു സ്റ്റേബിൾ ആയിട്ടൊരു കമന്റ് പറയാനോ ഉടനെ അതിന് വേറെ അർത്ഥങ്ങൾ പൊക്കി ബിഗ് ബോസിന്റെ കഥയും പൊക്കിക്കൊണ്ട് വരുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഇന്നും മനസ്സിലായിട്ടില്ല. അതാണ് നിങ്ങൾ പറയേണ്ട ഒരു കാര്യം. പല ആൾക്കാരും ഇപ്പൊ ഇതിന്റെ അടിയിലാണെങ്കിൽ പോലും വന്നിട്ട് പറയാം, അവരങ്ങനായിരുന്നു, ഇവരിങ്ങനെ ബിഗ് ബോസിൽ കാണിച്ചത് ഞങ്ങൾ കണ്ടത്രേ. അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കത് പറയണം. ഇവര് പറയുന്നത് എന്താ, ഓരോ കാര്യങ്ങളും ഇവരെന്ത് ഭയങ്കര ക്രെഡിറ്റ് പറയുന്നത്. ഞങ്ങൾ കണ്ടു നിന്റെ തനിക്കോണം എന്തായിരുന്നു, പറയട്ടെ. ഞങ്ങൾ ലൈവ് കണ്ടതാ, ഞങ്ങൾ ഫുൾ കണ്ടതാ. നിങ്ങൾ ലൈവ് എന്താണ് കണ്ടത് ഗൈസ്? ഇന്ന് നടക്കുന്ന കാര്യം നാളെ ടെലികാസ്റ്റ് ചെയ്യുന്നതാണോ നിങ്ങൾ ലൈവ് എന്ന് പറഞ്ഞ് കാണുന്നത്? അല്ലെങ്കിൽ 24 മണിക്കൂർ എന്ന് പറഞ്ഞ് ലൈവ് എന്ന് പറയുന്ന കാര്യങ്ങൾ 8 മണിക്കൂർ മാത്രം കാണിക്കുന്ന 8 മണിക്കൂർ കാണിക്കുന്ന കാര്യങ്ങളാണ് അവർ കണ്ടിട്ട് പറയുന്നത്, നീ കാണിക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടു, അതുകൊണ്ട് നീ ഇങ്ങനെയാണ്. അല്ലെങ്കിൽ പോട്ടെ, അവിടെ 72 ക്യാമറ ഉണ്ട്. ആ 72 ക്യാമറയിൽ ആകെ 2 ക്യാമറയിലെ കാര്യങ്ങൾ ഒരേ സമയം കാണിക്കത്തുള്ളൂ. അതും കണ്ടിട്ടാണ് അവർ പറയുന്നത് നീ കാണിക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടു. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം കമന്റ് ബോക്സിലൊക്കെ നീ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ കണ്ടായിരുന്നു. നീ അങ്ങനല്ല, നീ ഇങ്ങനെ തന്നെയാ, നീ കട്ടപ്പ തന്നെയാ, ഞങ്ങൾ കണ്ടതായിരുന്നു. ജനങ്ങൾ ഇനിയുള്ള ഷോയിൽ കണ്ടസ്റ്റൻസ് ആരും കണ്ടിട്ടില്ല കേട്ടോ, ഇവരെ കണ്ടിട്ടുള്ളൂ. അതായത് നിങ്ങളാണ് പുറത്തിരുന്ന് ഞങ്ങളെ വിലയിരുത്തുന്നത്. അത് വിലയിരുത്തുമ്പോൾ അത് ഞങ്ങളുടെ ലൈഫ് ലോങ് അല്ല നിങ്ങൾ ഞങ്ങൾക്ക് മാർക്ക് ഇടേണ്ടത്. അതൊരു ഷോ ആണ്, അതൊരു സമ്മാനം കൊടുക്കുന്ന ഷോ ആണ്. വെറുതെ ജനങ്ങൾക്ക് വേണ്ടി പണം പിരിക്കുന്ന ഒരു ഷോ അല്ല, സമ്മാനം കൊടുക്കുന്ന ഒരു ഷോ ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അവർക്കും മനസ്സുണ്ട്, എനിക്ക് മനസ്സുണ്ട്, ശൈത്യയ്ക്ക് മനസ്സുണ്ട്, ഞങ്ങൾക്ക് പാരൻസ് ഉണ്ട്, കുടുംബമുണ്ട്, എല്ലാവരും ഉണ്ട്. ഇതെല്ലാവരും കാണുന്നതാണ്. PR അവരുടെ പണി ചെയ്തിട്ട് പൊക്കോട്ടെ. പക്ഷെ ജനങ്ങൾ, ദ ട്രൂ പീപ്പിൾ, അത് അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അതിനകത്ത് മത്സരിക്കാൻ വന്നിരിക്കുന്നത്. പക്ഷേ ഞങ്ങളെ തോപ്പിച്ച് കളഞ്ഞു ശരിക്കും പറഞ്ഞാൽ, അല്ലല്ലേ ശൈത്യ?